ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് മോഡേൺ കാലഘട്ടവും ഹിസ്റ്റോറിക്കൽ പീരീഡും കൂടി മിക്സ് ആയി എത്തിയിരിക്കുന്ന ടൈം ട്രാവൽ ഫാന്റസി കോമഡി ലവ് സ്റ്റോറിയുമായിട്ടാണ് ഇന്ന് നമ്മൾ മൂവി മാനിയിലൂടെ കാണാൻ പോകുന്നത്. ഹസ്ബൻഡ് ക്യാൻ റീഡ് മൈൻഡ് എന്ന 2023 റിലീസായ വളരെ രസകരമായ ഒരു സ്റ്റോറിയാണ്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. ആ ബെഡില് നല്ല മയക്കത്തിലുള്ള പെൺകുട്ടിയാണ് നമ്മുടെ കഥാനായികയായ ഷെൻസി. അവളെ തൊട്ടടുത്തിരുന്ന് അവളുടെ തോഴിയായ യാൻ തട്ടി വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. പെട്ടെന്ന് മയക്കത്തിൽ നിന്നുണ്ടായിരുന്ന അവൾ ഇതെവിടെയാ ഉള്ളതെന്ന് മനസ്സിലാവാതെ ചുറ്റിനും കണ്ണു വരുത്തുമ്പോ അവൾക്ക് മുന്നിലിരിക്കുന്ന ആളിനെ പോലും ഓർമ്മ വരുന്നില്ല. എവിടെ എന്റെ കാശെന്നാണ് അവള് കണ്ണ് തുറന്ന ഉടനെ ചോദിക്കുന്നത്. കാശോ എന്തീ പറയുന്നതെന്ന് ഞാൻ ചോദിക്കുന്നു. അല്ല നീ ആരാണെന്ന് ഷെൻ ചോദിക്കുമ്പോ അത് പിന്നെ എന്നെ മനസ്സിലായില്ലേ, ഞാനല്ലേ നിങ്ങളുടെ തോഴി യാൻ, എന്തു പറ്റിയെന്നെല്ലാം അവള് വെപ്രാളം പിടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇത് എന്തീ നടക്കുന്നത്, ഞാനിത് എവിടെയാ ഉള്ളത്, ഇന്നലെ കുക്കിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് നല്ലൊരു തുക സമ്മാനമായി എന്റെ കയ്യിലേക്ക് വന്നതാണല്ലോ, ഇപ്പൊ അതൊക്കെ എവിടെ പോയി, ഞാനെന്താ ഇങ്ങനെ ഇവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാവാതെ അവള് നിൽക്കുന്ന സമയം അവിടേക്ക് ഒരു സ്ത്രീ വരുന്നു. ഈ അഹങ്കാരം പിടിച്ചവളെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്താക്കണം, നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ഓയാങ്ങിനെ വെള്ളത്തിലേക്ക് തള്ളിയിടുന്നു അവർ ഷൗട്ട് ചെയ്യുന്നു. അവർ ദേഷ്യപ്പെടുമ്പോ നിങ്ങൾ ആരാണെന്ന് അവളും തിരിച്ചു കയർക്കുന്നു. ഒരു കാര്യമില്ലാതെ എന്റെ മെക്കിട്ട് കയറാൻ വരുന്ന എന്തിനാണെന്ന് അവള് ചോദിക്കുമ്പോ ഇടയിൽ കയറുന്ന ഞാൻ അയ്യോ ഇത് മനസ്സിലായില്ലേ, ഇതല്ലേ നിങ്ങളുടെ ഹസ്ബൻഡ് യുവാന്റെ അമ്മയെന്ന് അവള് പറയുന്ന ടീം യുവാനോ, ഈ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് അവള് പെട്ടെന്ന് ആലോചിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം രാത്രി അവൾ ഒരു ഹിസ്റ്റോറിക്കൽ ബുക്കിൽ വായിച്ചത് ഓർക്കുന്നത്. ആ കഥയിലെ കഥാപാത്രത്തിന്റെ അതേ പേരാണല്ലോ ഇത്, അതേ സാഹചര്യമാണല്ലോ ഇത്, ഞാനെന്താ അതിൽ വന്ന് പെട്ടിരിക്കുകയാണോ എന്ന് അവൾ ആകെ അന്തം വിടുന്നു. ആ കഥയിലെ യുവാൻ തന്നെയാണോ ഞാനിപ്പോ ടൈം ട്രാവൽ ചെയ്തു വന്നപ്പോ എന്റെ ഹസ്ബൻഡ് ഇവിടെ ഉള്ളത്, അയ്യോ അവൻ ആള് തീരെ ശരിയല്ല, അവൻ കാരണം ഞാൻ പെടാപ്പാട് പെടുവല്ലോ, എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടുമെന്ന് അവൾ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. ആ ടീം അവിടേക്ക് യുവാനെത്തുന്നു. ഇവൾ തന്നെ പറ്റി എന്തോ കൊനിഷ്ഠ മനസ്സിൽ ചിന്തിക്കുകയാണെന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. യുവാനെ കണ്ടപാടെ ഇവൻ ആള് കാണാൻ നല്ല ചുള്ളനാണല്ലോ, പക്ഷെ ഞാൻ വായിച്ച കഥയിൽ വെച്ച് വളരെ മോശപ്പെട്ട ഒരു ക്യാരക്ടറാണ് ഇവന്റെ. അവളിങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നതെല്ലാം അവന് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അവനാകട്ടെ ഇവള് ചിന്തിക്കുന്നത് മാത്രമാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഇതെന്താ ഇവള് പറയുന്നത് മാത്രം എനിക്ക് കേൾക്കാൻ കഴിയുന്നതെന്ന് അവനും ചിന്തിക്കുന്നു. കൂടാതെ ഇവളിങ്ങനെ വായിച്ചു കേട്ടു എന്നിങ്ങനെ പറയുമ്പോൾ അവൻ അതൊന്നും മനസ്സിലാവുന്നുമില്ല. ഇവൾ വായിച്ചിരുന്ന ഒരു കഥാപുസ്തകത്തിലേക്ക് അവൾ ടൈം ട്രാവൽ ചെയ്ത് വന്നിരിക്കുകയാണ്. ആ കഥയിലെ ഒരു കഥാപാത്രമായിട്ടാണ് അവൾ ഇപ്പോ ഉള്ളത്. ആ ടീം വീണ്ടും ആ സ്ത്രീ ഓയെങ്ങനെ വെള്ളത്തിലേക്ക് തള്ളിയിട്ട കാര്യം പറഞ്ഞ് അവളോട് ദേഷ്യപ്പെടുമ്പോ എന്താ ഇവിടെ ഇന്നലെ നടന്നത്, എന്തിനെ പറ്റി ഇവര് പറയുന്നതെന്ന് മനസ്സിലാവാതെ ഷെൻ ചോദിക്കുമ്പോ അത് പിന്നെ നിങ്ങൾ രണ്ടുപേരും വെള്ളത്തിന്റെ അവിടെ ഇരുന്ന് സംസാരിച്ചപ്പോ പെട്ടെന്ന് ഓയങ് വെള്ളത്തിലേക്ക് വീണു, അവളെ തള്ളിയിട്ടതാന്ന് എല്ലാരും പറയുന്നതെന്ന് ഞാൻ പറയുന്ന ടീം. ഓയങ് എന്നത് ആ കഥയില് ഒരു വില്ലത്തിയാണ്. കഥാനായകനായ യുവാനെ അയാളുടെ വൈഫായ ഷെന്നിൽ നിന്ന് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന പെണ്ണാണെന്ന് ഷെന്നിന് അറിയാം. അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ വീണവള് വീണെങ്കിൽ കണക്കായി പോയെന്ന് മനസ്സിൽ ഇങ്ങനെ കരുതിക്കൊണ്ടിരിക്കുമ്പോ അതും കേൾക്കാൻ കഴിയുന്ന യുവാന് ദേഷ്യം വരുന്നു. ഓയങ്ങിന് വല്ലതും പറ്റിയാ നിന്നെ റെഡിയാക്കുമെന്ന് യുവാൻ അവളോട് ദേഷ്യപ്പെടുന്നു. ഓ പിന്നെ ഞാൻ ആരെയും തള്ളിയൊന്നും ഇട്ടിട്ടില്ല, അവളുടെ സ്വഭാവം കഥ ബുക്കിൽ നിന്ന് വായിച്ചറിഞ്ഞ എനിക്കറിയാലോ, അവള് വേണമെന്ന് വെച്ച് വെള്ളത്തിലേക്ക് പോയി വീണതായിരിക്കുന്നു. ഇങ്ങനെ അവൾ മനസ്സിൽ ഓർക്കുമ്പോ ഇവള് വെള്ളത്തിലേക്ക് പോയി വീണതായിരിക്കും, മനഃപൂർവ്വം അവള് ചെയ്തതായിരിക്കും എന്ന കാര്യങ്ങൾ യുവാനും കേൾക്കാം. അവൾ അങ്ങനെ ചെയ്തതായിരിക്കും എന്ന് അവനും ചിന്തിക്കുന്നു. യഥാർത്ഥത്തിൽ ഇവർ ഹസ്ബൻഡും വൈഫും ആണെങ്കിലും ഇവർക്കിടയിൽ നല്ല കെമിസ്ട്രി ഒന്നും തന്നെ ഇല്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ടൈം ട്രാവലിലൂടെ യുവാന്റെ വൈഫിന്റെ സ്ഥാനത്തേക്ക് ഇപ്പോ ഷെൻ വന്നു നിൽക്കുന്നത്. ഇവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഊതിപ്പെരിപ്പിച്ച് ഷെന്നിനെ പുറത്താക്കി യുവാനെ കല്യാണം കഴിക്കണം, അതാണ് ഓയങ്ങിന്റെ ലക്ഷ്യം. ഇൻ കേസ് പണ്ടത്തെ കാലമല്ലേ, ഒരു വൈഫ് ഉള്ളപ്പോ തന്നെ ഒന്നിലധികം കല്യാണം കഴിക്കുന്നതും അന്നത്തെ കാലത്ത് രാജാക്കന്മാർക്ക് ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് ഷെന്നിനെ തന്റെ കീഴിലുള്ള ഒരു വൈഫാക്കി വെച്ചെങ്കിലും യുവാനെ കല്യാണം കഴിക്കണം എന്നതാണ് ഓയാങ്ങിന്റെ ലക്ഷ്യം. അതിനായിട്ട് അവൾ ഷെന്നിനെ കുറ്റക്കാരിയാക്കാനായി പല കാര്യങ്ങൾ ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമാണ് ഇന്നലെ ഷെൻ തള്ളിയിട്ടതുപോലെ വെള്ളത്തിലേക്ക് വീണത്. ആ നാട്ടിലെ രാജാവിന്റെ പടത്തലവനാണ് യുവാൻ. ആ നാട്ടിലെ രാജാവിന്റെ തന്നെ കാര്യസ്ഥനായി വരുന്ന ഒരാളുടെ മകളാണ് ഷെൻ. യുവാനെ മകളുടെ സമ്മതം പോലും ചോദിക്കാതെ അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള പൊരുത്തം ഒന്നും നോക്കാതെ ഷെന്നിനെ വിവാഹം കഴിപ്പിച്ചത്. എടുപിടിന്നുള്ള കല്യാണമായിരുന്നു എന്ന് നന്നായി അറിയാവുന്ന ഓയങ് ഷെന്നും തോഴിയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് ചെന്ന് നിന്റെ അച്ഛൻ അധികാരം ഉപയോഗിച്ച് നിന്നെ അദ്ദേഹത്തിന്റെ തലയിൽ കെട്ടിവെച്ചതാ, അല്ലെങ്കിൽ ഞാനായിരുന്നു വൈഫ് ആകേണ്ടിയിരുന്നത്, സാരമില്ല എനിക്ക് ഇതേ സമയമുണ്ടല്ലോ എന്ന് പറയുമ്പോ ദേഷ്യം വരുന്ന ഷെൻ അവൾക്ക് നല്ല മറുപടി കൊടുക്കുന്നു. ഞാനേ എന്റെ അച്ഛന് ഒറ്റ മകളാ, എനിക്ക് ചേച്ചിയില്ല അനീതിയില്ല, അതുകൊണ്ട് ആ സ്ഥാനത്തേക്ക് വരാൻ വല്ല മോഹം ഉണ്ടെങ്കിൽ കൈയിരിക്കട്ടെ. നീ എന്റെ ഹസ്ബൻഡിന്റെ കല്യാണം കഴിച്ച് അങ്ങനെ ഇപ്പോ എന്റെ കുടുംബത്തിലേക്ക് ഒരാളായി വരണ്ടാന്ന്. ഈവൻ അവൾക്ക് യുവാനെ ഇഷ്ടമല്ല, അവൾ ഈ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ പോലും അവളുടെ സോൾ ഇപ്പോ ഈ ഒരു ശരീരത്തിലാണല്ലോ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ
രക്ഷപ്പെടാൻ കഴിയുന്നത് വരെ അവൾ അങ്ങനെ തന്നെ ജീവിക്കാൻ തീരുമാനിക്കുന്നു. കൂടാതെ കഥയിൽ നിന്ന് അവൾ വായിച്ചറിഞ്ഞതുപോലെയുള്ള വില്ലന്മാർക്കും വില്ലത്തിമാർക്കും പണി കൊടുത്തിവിടെ നിൽക്കാനാണ് അവൾ കണക്ക് കൂട്ടുന്നത്. അവരങ്ങനെ തർക്കിച്ചോണ്ടിരിക്കുമ്പോൾ ദേഷ്യം വരുന്ന ഓയങ് അവളെ അടിക്കാനായി കൈയൊങ്ങുന്നു. ആ സമയം അവിടേക്ക് യുവാൻ വരുന്നത് കാണുന്ന ഓയങ് ഷെൻ ഇവളെ അടിച്ച് താഴെ ഇട്ടതുപോലെ അഭിനയിക്കുകയാണ്. ഇത് കണ്ട് ഷെന്നിന് ഇവൾ എന്തൊരു അഭിനയവാ എന്നെല്ലാം ദേഷ്യം വരുന്നുണ്ട്. അത് യുവാനും മനസ്സിലാവുന്നു. യുവാൻ ആകട്ടെ ഓയങ്ങിനെ മൈൻഡ് ചെയ്യാതെ ഷെന്നിനെ ചേർത്ത് പിടിച്ച് വളരെ സ്നേഹം പ്രകടിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്നെ വേണ്ട, മറ്റൊരുത്തിയെ മതിയെങ്കിൽ എന്നെ ഇപ്പോഴേ ഡിവോഴ്സ് ചെയ്തേക്കാനായില്ല. അപ്പോ ഷെൻ പറയുന്നുണ്ടായിരുന്നു, ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ലെന്ന് പറഞ്ഞു കിസ് ചെയ്യാനായി പോകുമ്പോ പെട്ടെന്ന് ഷെൻ അവനെ തട്ടുന്നു. തുടർന്ന് വേദന എടുക്കുന്ന അവനെ റൂമിൽ കൊണ്ടേ അവൾ ഇരുത്തുന്ന സമയം. അത് പിന്നെ അറിയാലോ, നമ്മൾ കല്യാണം കഴിഞ്ഞെങ്കിലും നമ്മൾ ഇതുവരെ പരസ്പരം ഒന്ന് മനസ്സിലാക്കിയിട്ടോ ഒന്ന് അടുത്തിട്ടോ പോലും ഇല്ല. നമ്മുടെ ഫസ്റ്റ് നൈറ്റ് പോലും കഴിഞ്ഞിട്ടില്ല. രാജ്യത്ത് നടന്ന ചില പ്രശ്നങ്ങളും തിരക്കും ഒക്കെ കാരണം ഇടപിടിയെന്ന് നടന്ന ഒരു കല്യാണമായിരുന്നു നമ്മുടെ. അത് കാരണം നമുക്ക് ഒന്നിച്ച് ഇതുവരെ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. നമുക്ക് ഇന്ന് നമ്മുടെ പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്താലോ എന്ന് അവൻ ചോദിക്കുമ്പോൾ അവൾ പെട്ടെന്ന് അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ, ഇനി നമുക്ക് പരസ്പരം മനസ്സിലാക്കാൻ ഒരുപാടുണ്ടെന്നെല്ലാം അവൾ പറയുന്നു. ഈ ടീം അവൻ അവളോട് കട്ടായം മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ടണം, ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് തന്നെയാണെന്ന് അവളോട് പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ അവളാകട്ടെ എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് ആലോചിച്ച് ഒരു ഐഡിയയും കിട്ടാത്തതുകൊണ്ട് രാത്രി ആവുന്നതിന് മുന്നേ വീട് വിട്ട് ഒളിച്ചോടാനായി തീരുമാനിക്കുന്നു. അവൾ അതിനെ സാധനങ്ങൾ പാക്ക് ചെയ്യുന്ന സമയമാണ് അവിടേക്ക് യുവാന്റെ ഒരു സഹോദരി വരുന്നത്. യുവാന്റെ ഫാമിലി വെച്ച് നോക്കുമ്പോൾ അത്ര വലിയ സമ്പന്ന കുടുംബത്തിലെ ഒന്നും ആളല്ല ഷെൻ. അതുകൊണ്ട് തന്നെ എന്റെ ചേട്ടൻ നിങ്ങളെ കല്യാണം കഴിച്ചാൽ തന്നെ വലിയ കാര്യം. എന്നിട്ട് ചേട്ടനെ അനുസരിക്കാതെ നടക്കാണോ ചോദിച്ച് അവൾ ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ ശ്രമിക്കുന്നത് അനിയത്തി ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ആ ടീം അത് പിന്നെ നിനക്കറിയാത്തൊരു രഹസ്യം, എനിക്ക് നിന്റെ ചേട്ടനെ പറ്റി അറിയാം. നിന്റെ ചേട്ടന് കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ അവസ്ഥയിൽ എങ്ങനെയാ കഷ്ടപ്പെടുത്തുന്നതെന്നെല്ലാം ഇവള് കരഞ്ഞു പറയുമ്പോൾ അത് വിശ്വസിക്കുന്ന അനിയത്തി അത് ചേട്ടന്റെ അടുത്ത് ചെന്ന് ചോദിക്കുന്നു. ഇതെല്ലാം തന്നെ പറ്റി പറഞ്ഞുണ്ടാക്കിയത് ഷെന്നാണെന്ന് മനസ്സിലാവുന്ന യുവാൻ നേരെ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവൾ ആ ടീം കുളിക്കായിരുന്നു. അതുപോലും വകവയ്ക്കാതെ അവൻ അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൾ ആകെ പേടിക്കുന്നുണ്ട്. മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് പോലെ നിന്നോണം. പുറത്ത് അവള് മരുന്നിപ്പുണ്ട്. ഞാനിപ്പോ നിന്നെ ഒന്നും ചെയ്യാതെ വെറുതെ വിട്ടാ എനിക്ക് കിഡ്നിക്ക് അസുഖം ഉണ്ടെന്ന് എന്റെ അനിയത്തിയും വിശ്വസിക്കും. അവൾ അത് പാട്ടും പാടി നടക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇതുപോലെ കുറച്ചു നേരം നീ കൂവിക്കൊണ്ടിരിക്കാനായി യുവാൻ ഷെന്നിനോട് പറയുന്നു. അതാണോ വേണ്ടത് ഇത്രയുള്ളൂന്ന് ചോദിച്ച് അവളും അകത്ത് നിന്ന് കരയുന്ന ശബ്ദം ഇടുന്നു. അത് കേട്ട് അനീതി പെട്ടെന്ന് ഇനി നമുക്ക് ഇവിടെ നിൽക്കേണ്ട, വേഗം പോകാന്ന് പറഞ്ഞ് തോഴിയുമായി പോകുന്നു. അന്ന് രാത്രി നീ എന്നെ പറ്റി കൊനിഷ്ഠ പറഞ്ഞുകൊണ്ട് നടക്കുന്നതിനുള്ള ശിക്ഷയായിട്ട് നീ ഇവിടെ ഇങ്ങനെ കിടന്നാൽ മതി എന്ന് പറഞ്ഞ് അവളുടെ കൈ കെട്ടി റൂമിൽ ഇട്ടിട്ടാണ് അവൻ പുറത്തേക്ക് പോകുന്നത്. പോകാൻ നേരം തന്റെ ഒരു അസിസ്റ്റന്റിനെ ഷെൻ അറിയാതെ അവളുടെ കയ്യിലുള്ള ജെയ്ഡ് പെൻഡന്റ് എടുത്തോണ്ട് വരാനായും ഏൽപ്പിക്കുന്നുണ്ട്. ഈ ജെയ്ഡ് പെൻഡന്റ് എന്നത് നമുക്കൊക്കെ ഉള്ള ID കാർഡ്, ആധാർ കാർഡ് ഒക്കെ പോലെ അവരുടെ നാട്ടിലെ ഓരോരുത്തരുടെയും ഐഡന്റിറ്റിയെ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അവൻ അടുത്ത ദിവസം തന്റെ വീട്ടിലേക്ക് ഷെൻ പോകുന്നത് പോലെ അവളുടെ വീട്ടിലേക്ക് ഒരു കത്ത് അയപ്പിക്കുന്നു ആദ്യം. അതിനുശേഷം അവളുടെ വരവും കാത്തിരിക്കുന്ന അച്ഛനും അമ്മയ്ക്കും പിന്നീട് വേറൊരു കത്ത് ലഭിക്കുന്നു. ആ കത്തിൽ ഇങ്ങോട്ടേക്കുള്ള യാത്രാമധ്യേ ഷെൻ ആക്രമിക്കപ്പെട്ടു. തെളിവായി അവളുടെ ജെയ്ഡ് പെൻഡന്റ്. അവളെ മോചിപ്പിക്കാനായി നിങ്ങൾ 1000 നാണയങ്ങളും തരണം, ഒപ്പം ഒരു സത്യവും വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മകളെ ഒരുപാട് സ്നേഹിക്കുന്ന അച്ഛൻ വീട് മുഴുവൻ അരിച്ചു പറക്കി കയ്യിലുള്ള കാശെല്ലാം സ്വരുക്കൂട്ടി അതുമായി മകനെയും കൂട്ടി ഷെന്നിനെ തട്ടിയെടുത്തു എന്ന് പറയുന്ന ആളുകളെ കാണാനായി പോകുന്നു. അവരാകട്ടെ അവരുടെ കയ്യിലുള്ള വിലപിടിപ്പുള്ളത് വാങ്ങിയ ശേഷം ഞങ്ങൾക്ക് അറിയേണ്ടത് രാജകൊട്ടാരത്തിലേക്ക് നടക്കുന്ന മത്സര പരീക്ഷയുടെ ചോദ്യ പേപ്പർ ചോർന്നിരുന്നു, അതിൽ നിങ്ങൾക്ക് പങ്കുണ്ടോ എന്നതാണെന്ന്. അതിൽ തനിക്ക് യാതൊരു പങ്കുമില്ല. കൊട്ടാരത്തിൽ ജോലി കിട്ടാനായി ഒരിക്കലും അത്തരമൊരു പ്രവൃത്തി ചെയ്തിട്ടില്ല എന്ന് ഷെന്നിന്റെ അച്ഛൻ ആവർത്തിച്ച് പറയുന്നു. അങ്ങനെ അയാളോട് പറ്റുന്നപോലെ ഇടിച്ചും പേടിപ്പിച്ചും ചോദിച്ചറിഞ്ഞ ശേഷം ആ സംഘം തിരിച്ചു പോയി കഴിയുമ്പോൾ അവിടേക്ക് യാദൃശികമായി വരുന്നത് പോലെ യുവാൻ വരാണ്. ആക്ച്വലി യുവാനാണ് ഇങ്ങനെ ചെയ്യിപ്പിച്ചത്. യുവാൻ അവിടുത്തെ പടത്തലവനാണല്ലോ. പടത്തലവനായ യുവാന് അവിടുത്തെ രാജാവ് ഒരു ദൗത്യം ഏൽപ്പിച്ചിരുന്നു. ഇതുപോലെ രാജകൊട്ടാരത്തിലെ ചില സുപ്രധാന സ്ഥാനങ്ങളിലേക്ക് നടക്കുന്ന മത്സര പരീക്ഷയുടെ ചോദ്യ പേപ്പർ ചോർന്നുവെന്നും അതിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തണമെന്നും ഷെന്നിന്റെ അച്ഛനാണ് എന്നൊരു സംശയത്തിന്റെ പുറത്ത് അത് നേരിട്ട് താൻ ഇടപെട്ട് തന്റെ അമ്മായച്ചനായതുകൊണ്ട് തന്നെ ആ രീതിയിൽ ബലം പ്രയോഗിച്ച് ചോദിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഈ രീതിയിൽ ഒരു അടവ് യുവാൻ പ്രയോഗിച്ചത്. എന്തായാലും ഷെന്നിന്റെ അച്ഛൻ വളരെ ഇന്നസെന്റ് ആയി താനത് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അവനും പിന്നീട് അത് ആരായിരിക്കും എന്ന ഡൗട്ട് വരുന്നു. ഇതേ ടീം തന്റെ ജെയ്ഡ് പെൻഡന്റ് മോഷ്ടിച്ച് യുവാൻ ഈ ഒരു പണി കാണിച്ചത് ഷെൻ മനസ്സിലാക്കുന്നുണ്ട്. അവൾ യുവാനിട്ട് ഇതിന് തിരിച്ചൊരു പണി കൊടുക്കാനും തീരുമാനിക്കുന്നു. അങ്ങനെ അന്നും ഒരു രക്ഷയില്ലാതെ യുവാന്റെ കൂടെ ഒരു റൂമിൽ ഷെന്നിനെ സ്റ്റേ ചെയ്യേണ്ടി വരുന്നു. പക്ഷെ അവനാകട്ടെ തന്റെ പാട് നോക്കി കിടന്ന് ഉറങ്ങുമ്പോൾ ഇവൾ ഉറങ്ങുന്നതിന്റെ ഇടയിൽ അവനെ ചവിട്ടുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അറിഞ്ഞോണ്ടാണോ അറിയാതാണോ അവനത് വളരെ ഡിസ്റ്റർബിംഗ് ആയതുകൊണ്ട് അവൻ അവളെ കണക്കിന് പേടിപ്പിക്കുന്നു. അതിനുശേഷം വീണ്ടും കിടന്നുറങ്ങുമ്പോൾ അവൾ ഡീസന്റ് ആയി കിടന്നുറങ്ങുന്ന ടീം അവളെ തന്നെ അവൻ ഏറെ നേരം നോക്കിയിരിക്കുന്നത് നമുക്ക് കാണാം. ആദ്യം ഇഷ്ടമില്ലാതെ നടന്ന ഒരു വിവാഹമാണെന്തെങ്കിലും പിന്നീട് നടക്കുന്ന കുഞ്ഞു കുഞ്ഞു പൊട്ടിത്തെറികളിലൂടെ അവൻ അവൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അടുത്ത ദിവസം മുന്നേ ചോദ്യപേപ്പറിൽ ലീക്കായെന്ന് പറഞ്ഞില്ലേ, ആ ഒരു പരീക്ഷയുടെ റിസൾട്ട് വരുന്ന ടീം 1ാം സ്ഥാനം നേടിയിരിക്കുന്നത് ഷെന്നിന്റെ ചേട്ടനാണ്.
ഇനി വീണ്ടും അതിന് പകരം ഒരു ടെസ്റ്റ് ഇടുക എന്നതൊക്കെ ആ ടീം ആ രാജ്യത്ത് കുറച്ച് ടഫായിട്ടുള്ള കാര്യമായിരുന്നു. കാരണം അത് സഡനായി റിക്രൂട്ട് ചെയ്യേണ്ട ഒരു പോസ്റ്റിലേക്കാണ് മത്സരം നടത്തിയത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇതിന് പിന്നിലെ സത്യം എന്താണ്, ചോദ്യപേപ്പർ ചോർന്ന് അങ്ങനെയാണോ അവൻ 1ാം സ്ഥാനം നേടിയെടുത്തത് എന്ന കാര്യം അന്വേഷിച്ച് കണ്ടെത്താനായുള്ള പ്രഷർ യുവാനിന് വരുന്നു. ഇതേ ടീം ഒരു സ്ഥലത്തേക്ക് പോകുന്ന ഷെന്നിന്റെ കൂടെ അവളുടെ തോഴിയായ യാനുമുണ്ട്. ആ ടീം അവർ മറ്റൊരു പെൺകുട്ടിയെ കാണുന്നു. അവളും ഓയങ്ങിനെ പോലെ തന്നെ യുവാനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. യുവാൻ ആ നാട്ടിലെ യോഗ്യനായ വളരെ നല്ല ഒരു പൊസിഷനിലുള്ള ഒരു ചെറുപ്പക്കാരനായതുകൊണ്ട് തന്നെ അവന് ഒട്ടേറെ ആരാധികമാരുണ്ട്. അവനാണെങ്കിൽ ഇവരെക്കാളൊക്കെ യോഗ്യത കുറഞ്ഞ ഷെന്നിനെ വിവാഹം കഴിച്ചു. അതുകൊണ്ട് അവർക്ക് അവളോട് നല്ല കലിപ്പാണ്. നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് 6 മാസം കണ്ടല്ലേ ആയിട്ടുള്ളൂ, അതിനോടകം അവന് നിന്നെ തീരെ ഇഷ്ടമല്ലെന്ന്, നാട്ടില് പാട്ടാണല്ലോ എന്നെല്ലാം അവൾ ഷെന്നിനെ കളിയാക്കുമ്പോ എന്റെ കല്യാണമെങ്കിലും കഴിഞ്ഞല്ലോ, നീ കല്യാണം പോലും കഴിയാതെ ഇങ്ങനെ അങ്ങ് നിൽക്കല്ലേ, അത് സ്വന്തം കാര്യം നന്നാക്കിയിട്ട് എന്നെ നന്നാക്കാൻ വന്ന് അവളും മറുപടി പറയുന്നു. അങ്ങനെ ഇവർക്കിടയിൽ ഇവിടെ പാക്കേറ്റും ഒക്കെ നടക്കുന്ന ഇതേ സമയം കൊട്ടാരത്തില് രാജാവിനെ കണ്ട് തന്റെ അന്വേഷണങ്ങളുടെ ഫൈൻഡിങ്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു യുവാൻ. യഥാർത്ഥത്തിൽ ചോദ്യപേപ്പർ ചോർന്നതിനെ പറ്റി ഷെന്നിന്റെ അച്ഛന് യാതൊരു പങ്കുമില്ല. മറിച്ച് ഷെന്നിന്റെ അച്ഛനെ ഇതിൽ കുറ്റക്കാരനാക്കിയെടുത്ത് അദ്ദേഹത്തെ കൊട്ടാരത്തിലെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിരിച്ചുവിടാൻ വേണ്ടി കൊട്ടാരത്തിലെ തന്നെ അദ്ദേഹത്തെ പോലെയുള്ള മറ്റൊരു കാര്യസ്ഥനാണ് കാര്യങ്ങൾ ചെയ്തതെന്ന് കണ്ടെത്തിയ യുവാൻ അതിനെപ്പറ്റി രാജാവിനെ ബോധിപ്പിക്കുന്നു. അങ്ങനെ രാജാവിനോട് ആ കാര്യങ്ങൾ അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഷെന്നിന്റെ വൈഫും ഈ കൊട്ടാരത്തിലെ ഒരു പ്രിൻസസും തമ്മിൽ വഴക്കായി. യുവൻ വേഗം തന്നെ അങ്ങോട്ട് പോയി നോക്കുമ്പോൾ ആ രാജകുമാരിയെ ഷെന്നടിച്ച് ഇഞ്ച പരുവാക്കിയിട്ടുണ്ടായിരുന്നു. ഷെന്നിന്റെ തോഴിക്കും കണക്കിന് അടി കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവളാകട്ടെ അടി കിട്ടാതിരിക്കാനായി മേൽക്കൂരയിലേക്കും കയറിയിരിക്കുന്നു. ഇത് കണ്ടുവരുന്ന യുവാൻ അവളോട് നീ എന്താ കൊരങ്ങാണോ ഇങ്ങനെ മേളിൽ കയറിയിരിക്കാൻ, താഴേക്ക് ചാടാനായി പറയുന്നു. ചാടിയെ ഞാൻ പിടിക്കാമെന്ന് അവൻ ഉറപ്പ് കൊടുത്ത് ചാടുന്ന അവളെ അതുപോലെ സേഫ് ആയി പിടിക്കുകയും ചെയ്യുന്നു. ആ ടീം എന്തിവിടെ നടക്കുന്നത്, നിങ്ങളൊക്കെ എന്തേ കാണിക്കുന്നതെന്ന് അവൻ ദേഷ്യപ്പെടുമ്പോ ഇത് കണ്ടില്ലേ, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ എന്നെ ഒഴിവാക്കി എങ്ങനെ കല്യാണം കഴിക്കാൻ നോക്കുന്നത് എന്നിങ്ങനെ പല മോശമായ കാര്യങ്ങളും ഇവർ സംസാരിച്ചു. അത് കേട്ടോണ്ട് ഞാനെങ്ങനെ മിണ്ടായിരിക്കാന്ന് ഷെൻ ചോദിക്കുമ്പോ യുവാൻ പ്രിൻസസിനോട് ആ കാര്യം പറഞ്ഞ് കയർക്കുന്നു. ഞങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഇടപെടാനുള്ള യാതൊരു അധികാരവും പ്രിൻസസിന് ഇല്ല എന്ന് യുവാൻ പറയുമ്പോ നിങ്ങൾക്ക് ഇവള് പറയുന്നതാണോ വിശ്വാസം, ഇവള് ചെയ്തതൊന്നും തെറ്റല്ലെന്ന് ചോദിക്കുമ്പോ അത് പിന്നെ എനിക്ക് എന്റെ ഭാര്യ പറയുന്നത് തന്നെയാ കാര്യം. കൂടാതെ അവൾ നിങ്ങളെ ആക്രമിച്ചെങ്കിൽ അതിന് ഞാൻ മാപ്പി ചോദിക്കാം, പക്ഷെ അതിനുള്ള സാഹചര്യം നിങ്ങളല്ലേ ഉണ്ടാക്കിയതെന്നും യുവാൻ ഷെന്നിനെ സപ്പോർട്ട് ചെയ്ത് പറയുമ്പോ അത് ഇഷ്ടപ്പെടാതെ ആ പ്രിൻസസ് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നു. ആ സമയം അവിടേക്ക് യുവാനെ കാണാനായി ഷെന്നിന്റെ അച്ഛനും ചേട്ടനും എത്തുന്നു. തങ്ങൾക്ക് നേരെ വന്ന ആരോപണങ്ങൾ തെളിവോടെ സത്യം തെളിയിച്ച് തങ്ങളെ രക്ഷിച്ചതിന് യുവാനോട് അവർ നന്ദി പറയുന്നു. ഇത് കേൾക്കുമ്പോ ഷെന്നിനും വളരെ സന്തോഷാവുന്നു. യഥാർത്ഥത്തിൽ പുരാതന കാലത്ത് ജീവിച്ചിരുന്ന യുവാന്റെ വൈഫായ ഷെന്നിന്റെ അതേ പേരും കണ്ടാൽ അതേ രൂപവും ഒക്കെയാണ് മോഡേൺ കാലഘട്ടത്തിലെ ഷെന്നിനും ഉണ്ടായിരുന്നത്. പക്ഷെ മോഡേൺ കാലഘട്ടത്തിലെ ഷെൻ ഒരു ഫുഡ് എന്തൂസിയാസ്റ്റ് ആണ്. അവൾക്ക് ഫുഡ് കുക്ക് ചെയ്യാനൊക്കെ വളരെ ഇഷ്ടമാണ്. ഫുഡ് വ്ലോഗറുമാണ് അവൾ. അങ്ങനെ ഇരിക്കുകയാണ് അവൾ വായിച്ചിരുന്ന ഇതേ കഥാപാത്രങ്ങളുള്ള കഥയിലേക്ക് ടൈം ട്രാവൽ ചെയ്ത് വന്നിരിക്കുന്നത്. ഇവിടെ എത്തി താൻ വായിച്ച കഥയില് വൈഫിനെ തീരെ ഇഷ്ടമല്ലാതെ കഷ്ടപ്പെടുത്തുന്ന ഒരാളായിരുന്നല്ലോ യുവാൻ എന്നത് ആദ്യമേ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ അവൾ യുവാനോട് മാക്സിമം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായി നോക്കിയിരുന്നു. പക്ഷെ പിന്നീട് ഇവൻ നല്ല ഒരാളാണ്, തന്റെ ഫാമിലി വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചു എന്നെല്ലാം തോന്നുന്ന അവൾ അവനോട് തിരിച്ച് കെയർ കാണിക്കാനായി തുടങ്ങുന്നു. മുന്നേ വഴക്കടിച്ച് ഇവളുടെ കയ്യിലുണ്ടായ മുറിവിനൊക്കെ അവൻ മരുന്നൊക്കെ വെച്ചു കൊടുക്കുന്നു. പകരമായി ഇവൾ സ്നേഹത്തോടെ അവന് ഫുഡ് കുക്ക് ചെയ്ത് കൊടുക്കുന്നു. വളരെ സ്വാദിഷ്ടമായ ഇന്ന് വരെ അവൻ കഴിച്ചിട്ടില്ലാത്ത നല്ല ഫുഡ്. ഒപ്പം തന്നെ അവന്റെ അസിസ്റ്റന്റിനും ഇവളുടെ തോഴിക്കും ഫുഡ് കൊടുക്കുന്നുണ്ട്. പക്ഷേ സ്പെഷ്യലായി യുവാന് മാത്രമാണ് അവൾ നൂഡിൽസിന്റെ ഇടയിൽ മുട്ടയൊക്കെ ഒളിപ്പിച്ചു വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഷെന്നും യുവാനും ഒരാവശ്യത്തിനും പുറത്തേക്ക് പോകുന്നു. ആ ടീം ഇവർക്ക് നേരെ ആക്രമണം നടത്താണ്. യഥാർത്ഥത്തിൽ ലക്ഷ്യം ഷെന്നിനെ ആക്രമിക്കുക എന്നത് മാത്രമായിരുന്നു. ഇവരെ വിട്ടിരിക്കുന്നത് ഓയങ്ങും ഒപ്പം തന്നെ ഷെന്നിന്റെ അച്ഛനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനായി ശ്രമങ്ങൾ നടത്തിയ ആ അഴിമതിക്കാരനായ ലിൻ എന്ന ആളും കൂടി ചേർന്നാണ്. പക്ഷെ അവിടെ ഷെന്നിന് നേരെ വരുന്ന അമ്പ് തന്റെ ദേഹത്തേക്ക് ഏറ്റുവാങ്ങി വലിയൊരു അപകടത്തിലേക്ക് പോയിരിക്കുകയാണ് യുവാൻ. തുടർന്ന് കൃത്യസമയം വൈദ്യരെ കൂട്ടിക്കൊണ്ടുവന്ന് അവന്റെ ട്രീറ്റ്മെന്റ് നടത്തുന്നത് ഷെന്നാണ്. ഷെൻ അവനെ വളരെ കെയറോട് കൂടി നോക്കുന്നു. പതിയെ അവന്റെ വയ്യാഴികയും മാറുന്നുണ്ട്. ആ സമയം അവൻ അവൾക്ക് സമ്മാനമായി മുന്നേ തന്നെ അവൾക്ക് കൊടുക്കാനായി വാങ്ങി വെച്ചിരുന്ന ഒരു ഹെയർ പിൻ ഗിഫ്റ്റ് ചെയ്യുന്നു. അത് അവളെ വളരെയധികം സന്തോഷിപ്പിക്കുന്നുണ്ട്. പക്ഷെ ആ സന്തോഷം അധികം നാളെ നീണ്ടു നിന്നില്ല. കൊല്ലാൻ നോക്കിയിട്ട് അത് നടക്കാത്ത കൊണ്ട് അവളെ തട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ് ലിൻ. ആ ഒരു കാര്യം പറഞ്ഞ് അവിടേക്ക് വേഗം തന്നെ വയ്യാഴിക മറന്ന് യുവാൻ ചെല്ലുന്നു. പക്ഷെ അപ്പോഴും ലിൻ ഷെന്നിനെ വിട്ടുകൊടുക്കാതെ അവളെ വെച്ച് വിലപേശിക്കൊണ്ടിരിക്കുന്നു. നീ എന്റെ മുന്നിൽ മുട്ടുകുത്തി നിന്റെ അധികാരം എന്റെ മുന്നിൽ അടിയറവ് വെക്കണമെന്നാണ് ലിൻ ആവശ്യപ്പെടുന്നത്. ഷെന്നിനെ രക്ഷിക്കാനായി അത് ചെയ്യാനായി യുവാൻ തയ്യാറാവുമ്പോൾ ഷെൻ വേണ്ട എന്ന് പറഞ്ഞ് അവനെ തടുക്കാൻ നോക്കുന്നു. പക്ഷെ അപ്പോഴേക്കും ഓൾറെഡി ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ ലിന്നാണ് ഇത് ചെയ്തത്. അവന്റെ ദുരുദ്ദേശങ്ങളെല്ലാം എന്തൊക്കെയാണ് എന്ന് നന്നായി അറിയാവുന്ന രാജകൊട്ടാരത്തിൽ ഇൻഫർമേഷൻ കൊടുത്ത് വന്നതുകൊണ്ട് തന്നെ ലിന്നിനെ
കൈയോടെ രാജാവിന്റെ ആളുകൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. തുടർന്ന് അധികാരത്തിൽ നിന്ന് അവനെയാണ് പിരിച്ചുവിടുന്നത്. ഇതേ ടീം രാജ്യത്ത് നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ ചോർത്തിയെടുക്കുന്ന ആ വലിയൊരു അഴിമതിയുടെ പിന്നിലുണ്ടായിരുന്ന ലിന്നിനെ തെളിവ് സഹിതം പുറത്തേക്ക് കൊണ്ടുവന്ന യുവാന് വാളും സ്വർണ്ണ നാണയങ്ങളുമെല്ലാം രാജാവ് സമ്മാനിക്കുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും കലങ്ങി തെളിഞ്ഞ് ഇപ്പോൾ ഉള്ളിലുണ്ടായിരുന്ന ഇഷ്ടക്കേടൊക്കെ മാറി യുവാൻ ഷെന്നിനെയും ഷെൻ യുവാനെയും ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ ഒരു ടൈം ട്രാവലിലൂടെ ഇങ്ങോട്ടേക്ക് വന്നുപെട്ട് യുവാന്റെ വൈഫായി മാറിയിരിക്കുന്ന ഷെന്നാകട്ടെ അവിടെ അവന്റെ കൂടെ ഹാപ്പിയായി ജീവിക്കാനും തീരുമാനിക്കുന്നു. പൊതുവെ ഇതുപോലെ ടൈം ട്രാവൽ നടന്ന് പഴയ കാലഘട്ടത്തിലുള്ള ഒരാൾ മോഡേൺ കാലഘട്ടത്തിലേക്കും മോഡേൺ കാലഘട്ടത്തിലുള്ള ഒരാൾ പഴയ കാലഘട്ടത്തിലേക്കും സ്വിച്ച് ആയി കഴിഞ്ഞാൽ ഒടുക്കം എല്ലാ പ്രശ്നങ്ങളും കലങ്ങി തെളിഞ്ഞു കഴിയുമ്പോഴേക്കും അവർ വീണ്ടും തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നതായിരിക്കും നമ്മൾ കാണുക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ യുവാന്റെ കൂടെ തന്നെ ജീവിക്കാനായിട്ടാണ് ഷെൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ നിന്ന് പോയ യഥാർത്ഥ ഷെൻ, അതായത് യുവാന്റെ വൈഫാകട്ടെ യുവാനെ തീരെ ഇഷ്ടമില്ലാതെയല്ല ഇവിടെ നിന്ന് പോയത്. അതുകൊണ്ട് അവൾക്കും മടങ്ങി വരാനായി ആഗ്രഹം ഒന്നും തന്നെ ഇല്ല. അവളിപ്പോ മോഡേൺ കാലഘട്ടത്തിൽ ഫുഡ് ബ്ലോഗറായ ഷെന്നായി ജീവിക്കുന്നു. ഫുഡ് ബ്ലോഗർ ആയിരുന്ന ഷെന്നാകട്ടെ ഹിസ്റ്റോറിക്കൽ പീരീഡിലെ ഈ യുവാന്റെ വൈഫായും. അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്ങോട് കൂടി ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നു. ഇങ്ങനൊക്കെ യഥാർത്ഥത്തിൽ സംഭവിക്കോ? എനിക്ക് സത്യത്തിൽ ഓർക്കാൻ പോലും വയ്യ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞാൻ കണ്ണു തുറക്കുമ്പോൾ മറ്റൊരാളായി മറ്റൊരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന കാര്യമൊക്കെ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.